റിപ്പോർട്ടർ ഇംപാക്ട് ഉത്തരവ് മറികടന്ന് തോട്ടങ്ങളിൽ തൊഴിലാളികളെ എത്തിക്കുന്നതിൽ റിപ്പോർട്ട് തേടുമെന്ന് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ ബിനു ജോസഫ്. ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. ഇനി വാഹനങ്ങൾ അതിർത്തി കടത്തിവിടരുത് എന്ന കർശന നിർദ്ദേശം നൽകിയെന്നും കളക്ടർ അറിയിച്ചു. ലംഘിക്കുന്നുവെന്ന റിപ്പോർട്ടിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. രാഹുൽ സുരേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഹുല്, ഉത്തരവിനൊക്കെ പുല്ലുവിലയാണ്. ഇപ്പോൾ എന്തായാലും നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷയാണല്ലോ അല്ലേ? അത്തരത്തിലുള്ള ഉറപ്പുകളല്ലേ ലഭിക്കുന്നത്? അതെ റോഷിനി, അങ്ങനെ തന്നെയാണ് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ അറിയിക്കുകയും ചെയ്യുന്നത്. അതായത് ശക്തമായ മഴ, പ്രത്യേകിച്ച് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഉള്ളപ്പോൾ ഇടുക്കി ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടൂറിസം മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട്. അതുകൂടാതെ ഈ തോട്ടം മേഖലകളിൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാനാകില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുകയും ചെയ്തത്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യം, ഇടുക്കിയുടെ വിവിധ ചെക്ക് പോസ്റ്റുകൾ കടന്നുകൊണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് തൊഴിലാളികളുമായി ഇടുക്കിയിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ നമ്മൾ 6 മണിക്കാണ് കമ്പമേട്ട് ചെക്ക് പോസ്റ്റിൽ എത്തിയത്. 6 മണിക്കും 7:30ക്കും ഇടയിൽ 200നും 250നും ഇടയ്ക്ക് വാഹനങ്ങളാണ് 20-ലധികം, ഓരോ വാഹനത്തിലും 20ഉം 25ഉം തൊഴിലാളികളെയും കുത്തി നിറച്ചുകൊണ്ട് അതിർത്തി കടന്ന് ഇടുക്കിയിലേക്ക് എത്തിയത്. ഇത് കർശനമായിട്ടുള്ള ഈ ഉത്തരവിന്റെ ലംഘനമാണ് എന്നതാണ് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി ഈ വിഷയം നമ്മൾ ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് വേണ്ട നിർദ്ദേശം നൽകാം, കട്ടപ്പന ഡിവൈഎസ്പിക്കും പീരുമേട് ഡിവൈഎസ്പിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാം എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടും അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലമാണ് നടപ്പാക്കാതെ പോയതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. അതിന്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇടുക്കി SP-യോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്താണ് ഈ ഉത്തരവ് നടപ്പാക്കാത്തത് എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറാനാണ് ഇടുക്കി SP-യോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടോ നാളെയോടോ കൂടി ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണ് എന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും നാളെ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണെങ്കിൽ നാളെ മുതൽ ഈ തൊഴിലാളികളുമായി അതിർത്തി കടക്കാൻ ഈ വാഹനങ്ങളെ അനുവദിക്കില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, അടുത്ത കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും നിരവധി തൊഴിലാളികളാണ് മരം കടപുഴകി ദേഹത്തേക്ക് വീണ് ഈ തോട്ടം മേഖലകളിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവർ പാവപ്പെട്ട ആളുകളാണ്. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന തൊഴിലാളികൾക്ക് ഇടുക്കിയിലെ കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പുകൾ എന്താണെന്ന് അവർക്ക് അറിയാത്ത സാഹചര്യമുണ്ട്. അത് പോലീസ്, പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസിലും തമിഴ്നാട് പോലീസുമാണ് ആ തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ തിരികെ അയക്കേണ്ടത്. പക്ഷേ ഈ പോലീസിന്റെ ഭാഗത്തൊന്നും അത് ഉണ്ടാകാത്തതാണ് ഈ തൊഴിലാളികൾ ഇടുക്കിയിലേക്ക് എത്താൻ കാരണമായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിലാണിപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. റോഷ്നി, ശരി രാഹുൽ.